ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു 2-3 ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ എളുപ്പമാണ് കാര്യം, ന്യൂസ് ഒക്കെ കുറവാണ്, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നോക്കുമ്പോൾ തന്നെ അതിൽ ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ. അത് പറയാനുള്ളത് ഈ ഒരു കുട്ടിയെ കുറിച്ചെന്ന് ആണ് നമ്മൾ പറയുന്നതെങ്കിലും ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചെസ് താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നാണ് ആദ്യം പറയേണ്ടത്. കാര്യം ഡി ഗുഗേഷ് അല്ലെങ്കിൽ ദൊമ്മരാജു ഗുഗേഷ് എന്ന് പറഞ്ഞ ചെന്നൈക്കാരൻ ഇന്ത്യക്കാരെ എല്ലാവരെയും നല്ല അഭിമാനം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും നേടിത്തന്ന ആളാണ്. കാരണം കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്നലെ, ഫൈനൽ മീൻസ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഫൈനലൊന്നുമില്ല, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ ചാമ്പ്യൻ ആവും. അപ്പോൾ ആരും ഗുഗേഷിന് സാധ്യത കൽപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ലോകത്തിലെ ചെസ്സിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന മാഗ്നസ് കാൾസൺ, വർഷങ്ങളായിട്ട് ലോകത്തിലെ നമ്പർ 1 താരവും നിരവധി തവണ ലോക ചാമ്പ്യനുമായ മാഗ്നസ് കാൾസൺ ടൂർണമെന്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും മോശമായിട്ട് ഈ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ പിന്നീട് പെർഫോം ചെയ്യാൻ പോകുന്നത് ഡി ഗുഗേഷ് ആണെന്നാണ്. പ്രജ്ഞാനന്ദയ്ക്കൊക്കെ അതിൽ കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നു. എന്നാൽ ഏറ്റവും സാധ്യത ഇവർക്ക് ആർക്കും അല്ലായിരുന്നു. ഫാബിയാനോ കരുവാനയൊക്കെ പോലുള്ള ലോകത്തിലെ നമ്പർ 2, നമ്പർ 3 പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ പങ്കെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആരും സാധ്യത കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ചരിത്രത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നറായിട്ട് മാറുകയാണ്. 17 വയസ്സ് എന്ന് പറയുമ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ചെന്നൈക്കാരനാണ്. ചെന്നൈയിൽ നിന്ന് വീണ്ടും വലിയ ചെസ് താരങ്ങൾ വേറെയും വളർന്നു വരുന്നുണ്ട്. പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ വൈശാലിയും ഒക്കെ. അതിന് കാരണമുണ്ട്. കാര്യം ഇന്ത്യൻ ചെസ്സിലെ ഇതിഹാസം എന്ന് പറയപ്പെടുന്നത് വിശ്വനാഥൻ ആനന്ദാണ്. ലോക ചെസ്സിലെ തന്നെ പറഞ്ഞ താരങ്ങൾ ഒരു 5 പേരെടുത്താൽ ഉറപ്പായിട്ട് അതിൽ ആനന്ദ് കാണും. ആനന്ദാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ആനന്ദ് വെട്ടിത്തെളിച്ച വഴിയാണ് ഇവരെല്ലാവരും വരുന്നത്. ആനന്ദ് ചെന്നൈക്കാരനായിരുന്നു. അപ്പൊ ആ ചെന്നൈക്കാരൻ ആയിരുന്നത് കൊണ്ടായിരിക്കും ഇന്ത്യൻ ചെസ്സിന്റെ ഹബ്ബ് ഇപ്പോ ചെന്നൈയാണ്. അപ്പോ ആ ചെന്നൈയിൽ നിന്ന് വീണ്ടും അത്ഭുത ബാലന്മാർ ഉണ്ടാവട്ടെ. ഇന്ത്യൻ ചെസ് ലോകത്തിൽ യാതൊരു സംശയമില്ല, നമുക്ക് പറയാം 87 മറ്റോ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വിശ്വനാഥൻ ആനന്ദ് മാറുന്നത്. അന്ന് ഇന്ത്യക്ക് വേറെ ഒരു ഗ്രാൻഡ് മാസ്റ്ററും ഇല്ല. ഇന്ന് അറൌണ്ട് 90 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇന്ത്യക്ക് ആയി കഴിഞ്ഞു. ലോകത്തിലെ ചെസ്സിന്റെ പവർ ഹൗസ് ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പൊ വളർന്നു വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കുന്നതിനോടൊപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ആനന്ദിനെയാണ്. ആനന്ദാണ് പൂർവ്വസൂരി, മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് പറയുന്നത്. കാര്യം ഈ വഴി വെട്ടിത്തെളിച്ച് മുന്നേ നടക്കുന്നവൻ. അത് അദ്ദേഹത്തിനായിരുന്നു ഇന്ത്യയുടെ സ്പോർട്സിൽ നിന്നുള്ള ഭാരതരത്ന ആദ്യം കൊടുക്കേണ്ടത്. അല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കറിനൊന്നും അല്ലായിരുന്നു. കുറച്ച് റൺസ് അടിച്ചു കൂട്ടി എന്നുള്ളതിനപ്പുറം സച്ചിനെക്കാളും അല്ലെങ്കിൽ സച്ചിനൊപ്പം ഗ്രേറ്റ്നെസ് ഉള്ള ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഇന്ത്യയിലുണ്ട്. പക്ഷെ ആനന്ദിന് തുല്യം ആനന്ദ് മാത്രമാണ്. ആനന്ദാണ് വിപ്ലവം സൃഷ്ടിച്ചവൻ ചെസ്സിൽ. ക്രിക്കറ്റിൽ അതിനു മുമ്പേ വിപ്ലവം സൃഷ്ടിച്ചവരും ക്രിക്കറ്റ് അതിനു മുമ്പേ ഇന്ത്യയിൽ ഒരുപാട് വലിയ പ്ലേയേഴ്സ്, ഗവാസ്കറും കപിൽ ദേവും ഗുണ്ടപ്പ വിശ്വനാഥും മൻസൂർ അലിഖാൻ പട്ടോഡിയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ചെസ്സിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു താരത്തിന്റെ പേരറിയാം, ആനന്ദിന്റെ പേരിന് മുമ്പ്. അപ്പം അദ്ദേഹത്തിനായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കൊടുത്ത സ്പോർട്സിൽ ഭാരതരത്ന നേടിയത് സച്ചിനാണെന്ന് നമുക്കറിയാം. ഞാനത് കുറ്റപ്പെടുത്തിയതല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളുടെ ന്യൂസ് എന്ന് പറയുന്നത്. ബാക്കി ഇതിലുള്ള എല്ലാ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. മോഡി ആവശ്യമില്ലാതെ ഒരു റിമാർക്ക് ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഇടയ്ക്ക് മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് ഭയങ്കര വിവാദമായി. ഇലക്ഷൻ കമ്മീഷന് മുന്നിലൊക്കെ അത് പരാതിയായി. അതിനെക്കുറിച്ചൊക്കെയാണ് ആ ന്യൂസ്. അത് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാകാത്ത പേജിൽ ഞാൻ അപ്പം ഡിസ്കസ് ചെയ്യാം. പിന്നെ CAA കുറിച്ച് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ. CAA എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞാണ്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ടു ഗീവ് സിറ്റിസൺഷിപ്പ് ടു പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഫ്രം ദ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ഇൻ ഇന്ത്യസ് നെയ്ബർഹുഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അതിന് വിവാദമാവാൻ കാരണം ദാറ്റ് ലോ പ്രൊഹിബിറ്റ് മുസ്ലിംസ് ഫ്രം അക്വയറിംഗ് സിറ്റിസൺഷിപ്പ്. മറ്റ് കമ്മ്യൂണിറ്റീസിനെ അതുള്ളൂ. അതാണ് എൻ്റെ മറ്റൊരു പ്രശ്നം. അപ്പോൾ അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പിന്നെ താഴോട്ട് വരുമ്പോൾ മറ്റൊന്നും അവിടെ പറയാനില്ല. ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്യേണ്ട ന്യൂസുകളല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഗുഗേഷിനെ കുറിച്ച് ഒരു ഫുൾ പേജ് ഡെഡിക്കേറ്റഡ് ആണ്. ആക്ച്വലി അത് എന്താ പറയുക, വളരെ നാച്ചുറലും ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഇന്ത്യക്ക് ആനന്ദിന് ശേഷം ഇത്രയും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഒരു പ്രജ്ഞാനത ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുഗേഷിനെ കുറിച്ച് ഒരു എൻ്റെ പേജും ഡെഡിക്കേറ്റഡ് ആണ്. ആനന്ദ് ഗുഗേഷിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. ഇതിനപ്പുറം എനിക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ താല്പര്യമുള്ളവരത് വായിച്ചു നോക്കുക. ഓക്കെ, 17 വയസ്സ് മാത്രമുള്ള പ്ലെയർ ആണ്. പ്രജ്ഞാനന്ദയും 18 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇനി എത്ര ലോങ് ഇയേഴ്സ് അവർക്ക് കരിയർ കിടക്കുന്നു. ചിലപ്പോൾ ഗ്രേറ്റസ്റ്റ് അവർ പ്ലെയേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു ന്യൂസും പറയാനുള്ള, ഫുള്ളി അവിടെ പൊളിറ്റിക്കൽ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ ക്യാമ്പയിനിങ് ആണ്. പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇലക്ഷൻ ക്യാമ്പയിനിങ് ആണ്.
അപ്പോൾ അതിനടുത്ത പേജിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയും ഈ വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസൊക്കെ അവിടെയുണ്ട്. മുല്ലപ്പെരിയാർ മുമ്പൊരിക്കൽ ഒരു എക്സാമിന് ബാങ്ക് ടെസ്റ്റിനാണെന്നാണ് എൻ്റെ ഓർമ്മ, മുല്ലപ്പെരിയാർ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചിരുന്നു. ചോദിക്കാൻ അങ്ങനെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസ് ആയിട്ട് എപ്പോഴും ന്യൂസ് പേപ്പറിലൊക്കെ നിലനിൽക്കാറുണ്ട്. കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഇതൊരു ഉത്തർപ്രദേശുകാരന് മുല്ലപ്പെരിയാർ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഉറപ്പില്ല, അത് പറയാൻ പറ്റൂല. കാര്യം ഒരു കോമൺ മാന്, ഒരു ഉത്തരേന്ത്യക്കാരൻ അത് അറിയണമെന്നല്ലോ. പക്ഷെ മലയാളി ആയതുകൊണ്ട് നമുക്കത് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയൽസിലേക്ക് പോയാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് റിക്കോഴ്സ് ടു ഹേറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. റിക്കോഴ്സ് ടു ഹേറ്റ്. ഈ എഡിറ്റോറിയൽ അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറയാതിരുന്നത്. ഇത് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ മോസ്റ്റ് പവർഫുൾ പൊളിറ്റീഷ്യനുമായിട്ടുള്ള വ്യക്തി, ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ കുറിച്ചാണ്. അതായത് കോൺഗ്രസ് ഇൻ കേസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ മംഗൾസൂത്ര പോലെ, അതായത് താലിമാല പോലും പിന്നീട് സുരക്ഷിതമായിരിക്കത്തില്ല, ഇതെല്ലാം എടുത്ത് മുസ്ലിംസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവര് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എസ്പെഷ്യലി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കമ്മ്യൂണൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണെങ്കിലും അല്ലാത്ത സെക്യുലർ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആണെങ്കിലും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതൊരു നേക്കഡ് ഒരു ഇൻസൈറ്റ്മെന്റ് ഓഫ് എന്താ പറയുക കമ്മ്യൂണലിസം ആണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതില് ഇൻഫിൽട്രേറ്റേഴ്സ് എന്നൊക്കെയാണ് അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത്. അതുപോലെ മൻമോഹൻ സിംഗ് 2006 മറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ റിസോഴ്സസിന് ഫസ്റ്റ് റൈറ്റ് മുസ്ലിംസിനാണ്, കാരണം അവർ വളരെ പിന്നോക്ക അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മോഡി പറഞ്ഞത്. പക്ഷേ ഹിന്ദു ഈ എഡിറ്റോറിയൽ പറയുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് ഹിന്ദുത്വ പാർട്ടികൾ വളച്ചൊടിച്ചതാണ്. അദ്ദേഹം മുസ്ലിംസിന് മാത്രമല്ല, ദളിതർ, OBC ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ളവർ, മുസ്ലിംസ്, ഇവരെല്ലാവരും ബാക്ക്വേർഡ് ആണ്. അപ്പം സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റിസോഴ്സസിന്റെ ഫസ്റ്റ് റേറ്റ് എപ്പോഴും ബാക്ക്വേർഡിലുള്ള ആൾക്കാർക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹം മുസ്ലിംസ് എന്നുള്ള വാക്കും കൂടെ ഉപയോഗിച്ചാണ് അവിടെ, അല്ലാതെ മുസ്ലിം മാത്രം കൊടുക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെയാണ് ഹിന്ദുവിൽ പറഞ്ഞത്. വാട്ട് എവർ ഇറ്റ് മേ ബി, അത് 2006 സംഭവിച്ച കാര്യമാണ്. 18 years ബിഫോർ ആണ് ആ ഒരു പ്രസ്താവന മൻമോഹൻ സിംഗിൻ്റെതായിട്ട് വരുന്നത്. മോഡി തന്നെ അത് പലപ്പോഴും ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിൽ ഇടപെടേണ്ടതുമാണ്. കാരണം അത്തരത്തിലുള്ള കമ്മ്യൂണൽ ഓവർടോൺസ് ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് ഏത് പൊളിറ്റിക്കൽ ലീഡറിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇതൊരു ഇഷ്യൂ ചെയ്തിട്ടില്ല. കാര്യം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ സ്ട്രോങ്ങസ്റ്റ് പൊളിറ്റീഷ്യനും ആയതുകൊണ്ടായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ ഒരു എന്താ പറയുന്ന ഇമ്പാർഷ്യൽ ആണ് ഈ കാര്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ആ കാര്യത്തിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസിലി നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയലും ആണ്. ഇനി നമുക്ക് സെക്കൻഡ് എഡിറ്റോറിയലിലേക്ക് പോവാം. ദ ലോൺ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. തീർച്ചയായിട്ടും ആ എഡിറ്റോറിയൽ എന്നതിനെ കുറിച്ചായിരിക്കും എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അത് വായിച്ചു നോക്കാതെ തന്നെ ഉറപ്പായിട്ടും അത് ഗുഗേഷിന്റെ വിജയത്തിനെ കുറിച്ചാണ്. ഗുഗേഷിന്റെ വിജയത്തിനെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു എഴുതിയില്ലേ, പിന്നെ എന്തിനെ കുറിച്ചാണ്? പ്രത്യേകിച്ച് ഹിന്ദു ഈസ് ബേസ്ഡ് ഇൻ ചെന്നൈ ഓൾസോ, അവരുടെ സ്വന്തം നാട്ടുകാരനാണ് ഗുഗേഷ് എന്ന് പറയുന്നത്. അപ്പൊ ഗുഗേഷിന്റെ ഈ വിജയം, ടൊറന്റോയിലാണ് ഈ ഒരു കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് നടന്നത്. അതും മറക്കരുത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, യങ്ങസ്റ്റ് എവർ ചെസ് പ്ലെയർ ടു വിൻ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ആയിട്ട് അദ്ദേഹം മാറി. 22 വയസ്സിന് മുമ്പ് ഗാരി കാസ്പറോവ് ആണ് ഇത്രയും കാലം യങ്ങസ്റ്റ് ആയിരുന്നത്. അതിനേക്കാളും 5 വയസ്സ് കുറവാണ് ഗുഗേഷിനെ ആലോചിക്കണം, ഇത്രയും കാലത്തുള്ള യങ്ങസ്റ്റിനെക്കാളും. അതുവഴി അദ്ദേഹം ഡിംഗ്ലറിന്റെ എതിരാളിയായി മാറിയിരിക്കുകയാണ്. ഈ വർഷം അവസാനമാണ് അടുത്ത ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഡിംഗ്ലറൻ ചൈനക്കാരനാണ്. അപ്പോൾ വേൾഡ് നമ്പർ 2, നമ്പർ 3 പ്ലേയേഴ്സിൽ പങ്കെടുത്തത്. നമ്പർ 1 മാത്രം ഇതിൽ പങ്കെടുത്തില്ല. നമ്പർ 1 ആരാണ്? മാഗ്നസ് കാൾസൺ. ഹി വാസ് നോട്ട് ഇൻ ദിസ് കാൻഡിഡേറ്റ് ടൂർണമെന്റ്. അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വിജയിക്കും, കാര്യം പരാജയപ്പെടുന്ന വളരെ റയറാണ്. വേൾഡ് നമ്പർ 2 ഫാബിയാനോ കരുവാന, വേൾഡ് നമ്പർ 3 ഹിക്കാരു നക്കാമുറ, അതുപോലെ കഴിഞ്ഞ 2 എഡിഷൻസും വിൻ ചെയ്ത ഇയാൻ നെപ്പോംനിയാച്ചി പോലുള്ള വേൾഡിലെ എണ്ണം പറഞ്ഞ പ്ലേയേഴ്സ്, ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ വരുന്ന കാൾസൺ ഒഴിച്ചുള്ള പ്ലേയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 17കാരൻ, ഈ ചെന്നൈയിൽ നിന്ന് വന്ന 17കാരന് ജയിക്കുമെന്ന് പക്ഷേ ആരും കരുതിയില്ല. ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 മാഗ്നസ് കാൾസൺ പ്രെഡിക്റ്റ് ചെയ്തതും ഏറ്റവും മോശമായിട്ട് അതേ സിംഗിൾ ഔട്ട് ചെയ്ത് ഗുഗേഷിനെ പറഞ്ഞ് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യാൻ പോണത് ഗുഗേഷ് ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല നടന്നത്. അദ്ദേഹം ഇന്ത്യക്കാരെ ഉൾപ്പെടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇത് വിൻ ചെയ്തു. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ ചെസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന
ആ ഒരു ഗ്രേറ്റ് സ്ട്രൈഡ്സ്, അതാണ് ഇതിലെ ഒരു വലിയ കാര്യം. ഇന്ത്യ സ്റ്റാച്ചർ ആസ് ദ ഫാസ്റ്റസ്റ്റ് റൈസിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ചെസ് അത് എൻഹാൻസ് ചെയ്യപ്പെട്ടു. 1 അല്ല 2 അല്ല 5 പേരാണ് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്. 3 പേര് ഓപ്പൺ സെക്ഷനിലും 2 പേര് സ്ത്രീകളുടെ സെക്ഷനിലും. ഒന്ന് കൊനേരു ഹംപിയും വൈശാലിയും സ്ത്രീകളുടെ സെക്ഷനിലും, 3 പേര് ഓപ്പൺ സെക്ഷൻ. ഓപ്പൺ സെക്ഷൻ പോലെ സ്ത്രീയിലും പുരുഷനും പങ്കെടുക്കാം. അപ്പോൾ അതില് പ്രജ്ഞാനതയും വിദിത് ഗുജറാത്തിയും ഗുഗേഷും പങ്കെടുത്തു. അപ്പോൾ അവരെല്ലാവരും പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് ഒരു കാര്യം അവർ പറയുന്ന വെച്ചാല്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ വേൾഡിലെ ഏറ്റവും എമർജിംഗ് ആയിട്ടുള്ള ചെസ് സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഫോർമാറ്റില് ഈ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചെസ് ടൂർണമെന്റുകളൊന്നും ഇല്ല ഇപ്പൊ നിലവിൽ. അപ്പൊ ടാറ്റ സ്റ്റീൽ ഒരു ചെസ് ടൂർണമെന്റ് മാത്രമാണ് ഇന്ത്യയിൽ പറയാനുള്ള ഒരു ടൂർണമെന്റ് നടക്കുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്. മാഗ്നസ് കാൾസൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ ചെസ് ടൂർണമെന്റ് ആണ് ഇന്ത്യയിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റ്. പക്ഷെ അത് ഈ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ഒക്കെ ഫോർമാറ്റിലുള്ളതല്ല. ക്ലാസിക് ചെസ് എന്നാണ് പറഞ്ഞത്. ക്ലാസിക് ചെസ് ഫോർമാറ്റിലുള്ളതല്ല. ഇന്ത്യയിൽ നടക്കുന്ന ഈ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന തന്നെ ടൂർണമെന്റും റാപ്പിഡ് ചെസ് ആണ്. എന്താണ് റാപ്പിഡ് ചെസ്? അപ്പൊ ക്ലാസിക്കൽ ഫോർമാറ്റിലുള്ള മികച്ച ലോകത്തിലെ എണ്ണം പറഞ്ഞ ടൂർണമെന്റുകളൊന്നും ഇന്ത്യയിൽ സംഘടിപ്പിച്ച് കാണുന്നില്ല, ഇത്രയും വലിയ പ്ലേയേഴ്സ് ഇന്ത്യ ഒന്ന് ഉദിച്ചു വരുമ്പോഴും. അപ്പൊ അതുകൊണ്ട് ക്ലാസിക്കൽ ഫോർമാറ്റിൽ വേൾഡിലെ ഏറ്റവും നല്ല ടൂർണമെന്റുകൾ ഇന്ത്യയിലും സംഘടിപ്പിച്ച് തുടങ്ങണം എന്നൊരു സജഷനും ഹിന്ദു പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈസി ആയിട്ടുള്ള 2 എഡിറ്റോറിയൽസ് ആണ്, നിങ്ങൾക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് റീസ്റ്റോറിംഗ് എർത്ത്സ് റൈറ്റ് ടു ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ വേൾഡ് എർത്ത് ഡേ അല്ലായിരുന്നല്ലോ. അത് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഏപ്രിൽ 22 ആണ് വേൾഡ് എർത്ത് ഡേ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതില് NDC യെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. NDC എന്ന് പറഞ്ഞാൽ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ്. അതെന്ന് പറയുന്നത് ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് 2015 പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിൽ ഓരോ രാജ്യവും 2030 കൂടി കാർബൺ എമിഷൻ ഇത്ര കണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2070 കൂടി ഇന്ത്യ കാർബൺ ന്യൂട്രൽ ആവാന്ന് പറഞ്ഞിട്ട്. അതല്ല, കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷനെ കാണൂല, പിന്നെ എമിഷൻ അബ്സോർപ്ഷൻ ഈക്വൽ ആവും. അതല്ല, കാർബൺ എമിഷൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് കുറയ്ക്കാമെന്ന് 2030 കൂടി തന്നെ. അത് രാജ്യങ്ങൾ ഓരോരുത്തരും ഓരോരോ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് NDC നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സിന്റെ പേരുണ്ട് അവിടെ. പിന്നെ അപ്പൊ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. വേറെ മറ്റു കാര്യങ്ങളും പറയാം. അത് അത്യാവശ്യം ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ SDG യെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. SDG ആണെന്നുണ്ടെങ്കിൽ SDG എന്താണെന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. SDG എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ SDG എന്താണെന്ന് ചോദിച്ചാല് യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 17 ഗോൾസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന 17 ഗോൾസ് ആണ്. ബൈ 2030 UN വാണ്ട്സ് ടു അച്ചീവ് ദോസ് ഗോൾസ്. അതിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി വരും, എല്ലാവർക്കും ഹൗസിംഗ്, എല്ലാവർക്കും വീട് വരും, എല്ലാവർക്കും ശുദ്ധമായ എയർ, എല്ലാവർക്കും ക്ലീൻ വാട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. 2030 കൂടിയാണ് അത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ പൊളിറ്റിക്കൽ സ്പേസ് ഫോർ ഡിസബിലിറ്റി റൈറ്റ്സ് എ സിൽവർ ഹോപ്പ് എന്ന് പറഞ്ഞ കാര്യം അതുണ്ട്. അതില് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ കുറെ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നമ്മുടെ ചില ആർട്ടിക്കിൾസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അത് ഈ പറഞ്ഞേക്കുന്നത്. അതില് ഈ പാർട്ടികളുടെ പ്രകടന പത്രികയിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് ഈ ആർട്ടിക്കിൾ 14 ഈ ഒരു ആർട്ടിക്കിൾ നടന്നത്. ഈ ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 15 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 ആൻഡ് ആർട്ടിക്കിൾ 16 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. ഇതിൽ ആർട്ടിക്കിൾ 15ഉം ആർട്ടിക്കിൾ 16ഉം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15 ഒരു രീതിയിലും രാജ്യം കാസ്റ്റിന്റെയോ റിലീജിയന്റെയോ സെക്സിന്റെയോ പ്ലേസ് ഓഫ് ബർത്തിന്റെയോ അങ്ങനെയൊന്നുള്ള ഒരു പേരിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. എല്ലാവരും ഈക്വൽ ആണ് ഇന്ത്യയിൽ ബിഫോർ ദ ലോ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോഴത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. പ്ലേസ്, സെക്സ്, കാസ്റ്റ്, റിലീജിയൻ, റേസ്, അങ്ങനെ ഒന്നിന്റെയും പേരില്ല. ആർട്ടിക്കിൾ 16 എന്ന് പറയുമ്പോൾ പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ മാറ്റേഴ്സിൽ, അതായത് ഇപ്പൊ PSC വഴി അല്ലെ UPSC വഴി അല്ലെ SSC വഴി, ഇതൊക്കെയാണ് നമ്മളെ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. ഈ ജോലികളിൽ ഒന്നിലും യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ നമ്മളെ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള ആൾക്കാരുടെ കുറെ റൈറ്റ്സിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയാം. ഓക്കെ, പിന്നെ ഈ പേജ് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല.
അതിന് അടുത്ത പേജിൽ വാട്ട് ആർ ദ റൂൾസ് അറൗണ്ട് എ സ്റ്റാർ ക്യാമ്പയിനർ, അതൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേണ്ട. ഇതും ഇലക്ഷൻ്റെ പേജാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മുകളിലുള്ള ന്യൂസുകളെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണെന്ന് പറയണ്ട. താഴോട്ട് വരുമ്പോൾ SC agrees to hear Sender's petition for administrative allocation of spectrum എന്നൊരു ന്യൂസ് ഉണ്ട്. സ്പെക്ട്രം, നമുക്ക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന നമ്മളുടെ സ്പെക്ട്രം ആണെന്ന് നമുക്ക് എല്ലാവർക്കും ഈ സ്പെക്ട്രം ആണെന്ന് നമുക്കറിയാം. ഈ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് 2013-14 സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. എല്ലാ സ്പെക്ട്രവും അതെല്ലാം നാഷണൽ റിസോഴ്സ് ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാത്രം സ്വന്തമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എന്നാലും യാതൊരു റൈറ്റും ഇല്ല. അപ്പൊ ഈ നേഷന്റെ റിസോഴ്സ് ആയ സ്പെക്ട്രം എല്ലാ സിറ്റുവേഷനിലും ഓപ്ഷൻ ചെയ്ത് മാത്രം, ലേലം ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉത്തരവ് ചിലപ്പോൾ സമയങ്ങളിൽ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു ഉത്തരവ് വരാൻ കാര്യം 2G സ്പെക്ട്രം അഴിമതി മൂലമാണ്. അന്ന് ലേലം ചെയ്തല്ല കൊടുത്തത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ബേസിലാണ് കൊടുത്തത്. അത് ഭയങ്കര അഴിമതിക്ക് കാരണമായത്. അതാണ് 2G സ്പെക്ട്രം അഴിമതി. അതാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഔട്ട്സ്റ്ററിന് തന്നെ കാരണമായത്. അപ്പോ ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്നലെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു, ചില കേസസിൽ ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അത് ഇപ്പൊ അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സ്പെക്ട്രം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ രീതിയിൽ കൊടുക്കാൻ പറ്റൂല. അപ്പം 2014 സുപ്രീം കോടതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെന്റിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് സുപ്രീം കോടതി കേൾക്കാമെന്ന് പറഞ്ഞേക്കാണ്. പിന്നെ പത്മ അവാർഡ്സിനെ കുറിച്ചൊരു ഇതുണ്ട്. പത്മ അവാർഡ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് കുറെ കാലമായി. അത് ഇന്നലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനെ കുറിച്ചാണ്. പത്മ അവാർഡ് എന്ന് പറഞ്ഞാൽ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. അപ്പൊ ഈ പത്മവിഭൂഷൺ കിട്ടിയ ഇന്ത്യയുടെ പഴയ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡുവിനെയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ ഇന്ത്യയില് ടോയ്ലറ്റുകൾ ഇല്ലാത്തവർക്ക് ടോയ്ലറ്റുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു NGO ഉണ്ട്. ഗവൺമെന്റ് ഒക്കെ പിന്നീടാണ് അതിൽ ഭയങ്കര ആക്ടിവായിട്ട് ഇൻവോൾവ് ആയത്. അതിന്റെ പേര് സുലഭ് ഇന്റർനാഷണൽ എന്നാണ്. സുലഭ് ഇന്റർനാഷണൽ. അതിന്റെ ഫൗണ്ടർ ഈ ഇടയ്ക്ക് മരിച്ചു. അദ്ദേഹത്തിന് കൊടുത്തു. ബിന്ദേശ്വർ പതക്കാണ് എന്റെ ഫൗണ്ടർ സുലഭ് ഇന്റർനാഷണലിന്റെ. ബിന്ദേശ്വർ പതക്, PATHAK പതക്. അപ്പൊ അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അതിന്റെ അടുത്ത പേജ് അഗെയിൻ പൊളിറ്റിക്സ്. അതിന്റെ അടുത്ത പേജില് ഇന്ത്യയിലെ 17ാം ലോക്സഭയിൽ കൂടുതലും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന ആൾക്കാരായിരുന്നു MP-മാർ എന്നുള്ളതിന്റെ ഒരു ന്യൂസ് ഒക്കെയാണ്. ഇനി വരാൻ പോണ എത്രാം ലോക്സഭയാണ്? 18ാം ലോക്സഭ. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, SC അലൗസ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓഫ് മൈനർ റേപ്പ് സർവൈവർ എന്ന് പറയുന്ന ന്യൂസ്. ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, MTP ആക്ട് എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം 24 ആഴ്ച വരെ മാത്രം, 24 വീക്സ് വരെ മാത്രമേ ഒരു പെൺകുട്ടിക്ക് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ റേപ്പിന്റെ സർവൈവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാം, അബോർഷൻ ചെയ്യാം 24 വീക്ക് വരെ. അതിനുശേഷം പറ്റത്തില്ലെന്നാണ്. പിന്നെ ചില കേസസിൽ മെഡിക്കൽ ബോർഡ് കൂടി 26 വീക്ക് വരെയൊക്കെ അലോ ചെയ്യാറുണ്ട് ചില കേസസിൽ. പക്ഷെ ഇന്നലെ ഒരു പെൺകുട്ടി, അത് ഒരു ടീനേജർ കണ്ടാണ്, 30ാമത്തെ വീക്കിലാണ് അവരുടെ അബോർഷൻ അനുവദിച്ച് സുപ്രീം കോടതി. അതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് 30 വീക്കിൽ, അതൊന്നും ഇതുവരെയ്ക്ക് സംഭവിച്ചില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത് അങ്ങനെ അനുവദിക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി MTP ആക്ടിന് എഗെയിൻസ്റ്റ് ആണ്. സുപ്രീം കോടതിക്ക് ആർക്കും അത് അനുവദിക്കാൻ പറ്റില്ല. പക്ഷെ സുപ്രീം കോടതിക്ക് അനുവദിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ പറയാൻ വന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 142 ചില എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് അവർക്ക് ഈ എക്സ്ട്രാ ഓർഡിനറി പവർ, സുപ്രീം കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി പവറായ ആർട്ടിക്കിൾ 142 ഉപയോഗിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോലും അവർക്ക് അത് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. സത്യത്തിൽ ഈ 24 വീക്സ് ഏജിലാണ് കുട്ടി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാവുന്ന FIR ഫയൽ ചെയ്യുന്നതൊക്കെ റേപ്പ് വഴിയാണ് ആ കൊച്ചു പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ അവർ ഈ എക്സ്ട്രാ ഓർഡിനറി പവർ ഉപയോഗിച്ച് ആർട്ടിക്കിൾ 142 അത് പഠിച്ചു വെച്ചേക്കണം. പിന്നെ 2 വിമൻ നേവി ഓഫീസേഴ്സ് റിട്ടേൺ ആഫ്റ്റർ ഹിസ്റ്റോറിക് ട്രാൻസ് ഓഷ്യാനിക് എക്സ്പെഡിഷൻ. അത് സംഭവം എന്ന് പറഞ്ഞാൽ INS തരിണി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നേവൽ ഷിപ്പ് ഉണ്ട്. INS തരിണി, TARINI. ഈ INS തരിണിയിൽ നമ്മൾ അഭിലാഷ് ടോമിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകം മുഴുവനും ചുറ്റിയ ഒരു നാവികനാണ്, ഒറ്റയ്ക്ക്, മലയാളിയാണ്. ഈ INS തരിണിയിൽ 2 പെൺ കുട്ടികൾ, 2 ഇന്ത്യൻ നേവൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ദിൽന കെ പേര് പഠിച്ചു വെച്ചേക്കണം. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഹിസ്റ്ററിയിൽ, അതുകൊണ്ട് അത് മറക്കല്ല. ദിൽന കെ ആൻഡ് രൂപ A, 2 ലെഫ്റ്റനന്റ് കമാൻഡേഴ്സ് ആണ്. രൂപ A, ഇവർ 2 ഇന്ത്യൻ നേവിക്കാരാണ്. 2 സ്ത്രീകൾ ആദ്യമായിട്ട് ഒറ്റയ്ക്കല്ല, ഇവർ 2 മാത്രമായിട്ട് ഈ INS തരിണിയിൽ അവര് ഇന്ത്യൻ ഓഷൻ ചുറ്റി. ഇനി അവർ വേൾഡ് ചുറ്റാൻ പോയാണ്. അത്
ഈ സെപ്റ്റംബറിൽ അത് സ്റ്റാർട്ട് ചെയ്യുമെന്നാ പറയുന്നത്. അതിന് എന്തോ ഒരു പേരുമുണ്ട്. പിന്നീട് സാഗർ പരിക്രമ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, അത് അന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വരും. അപ്പൊ നമുക്ക് എഴുതിയെടുത്താലും മതി. സാഗർ പരിക്രമ 4 എക്സ്പെഡിഷൻ വഴി ഒരു ലോകം ചുറ്റാൻ പോയാണ്. ഈ പേരുകൾ പഠിച്ചത് ദിൽന കെ എൻ രൂപയെ. ഇനി അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ റിലയൻസിന്റെ പ്രോഫിറ്റിനെ കുറിച്ചും, ഈ പേജിൽ സത്യത്തിൽ നിന്ന് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പറയാനില്ല. കമ്പനികളെ കുറിച്ചൊക്കെയാണ് ന്യൂസുകൾ മുഴുവനും. എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാനില്ല. FPO എന്നൊരു വാക്കുണ്ട്, അതോടെ പഠിച്ചു വെച്ചേക്കാം. ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയാം. അതായത് ആദ്യമായിട്ടൊരു കമ്പനി അതിന്റെ ഷെയർസ് സെല് ചെയ്യുന്നതിനാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, IPO എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു കമ്പനി ഷെയർ സെല് ചെയ്യുന്നതിന്. അതിന് സബ്സിക്വന്റ് ആയിട്ട് അതിന് ശേഷം പിന്നെ എപ്പോൾ ഷെയർ സെല് ചെയ്യുന്നതിന് FPO എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ. പിന്നെ ഇവിടെ പറയാനുള്ള പോളണ്ട് റെഡി ടു ഹോസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺ സെയ്സ് പ്രസിഡന്റ് ഡൂഡ. പോളണ്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയാണ്. പോളണ്ടിന്റെ ക്യാപിറ്റൽ വാഴ്സയാണ്, വാഴ്സ. ഈ പോളണ്ടിന്റെ പ്രസിഡന്റ് ആണ് ആൻഡ്രച്ച് ഡൂഡ. ആൻഡ്രച്ച് ANDRZDJ, ആൻഡ്രച്ച് ഡൂഡ, പോളണ്ടിന്റെ പ്രസിഡന്റ്. പിന്നെ അദ്ദേഹം നാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്. നാറ്റോ എന്നൊക്കെ അറിയാം, US-ന്റെ മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. പിന്നെ ഇറാന്റെ പ്രസിഡന്റ് ഇന്നലെ പാകിസ്ഥാനിലെത്തി. അത് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലും പറഞ്ഞാണ്. ഇറാന്റെ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസിയാണ്. ഇബ്രാഹിം റൈസി. അദ്ദേഹം പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിനെ വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ അവിടെ കാണാം. പിന്നെ മലേഷ്യ സെമി കണ്ടക്ടർ പാർക്ക് ഉണ്ടാക്കുമ്പോൾ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് മാത്രം പഠിച്ചത് അൻവർ ഇബ്രാഹിം ആണ്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം. മലേഷ്യയുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കോലാലംപൂർ ആണ് മലേഷ്യയുടെ ക്യാപിറ്റൽ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ തന്നെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് മാൽദീവ്സിലെ ഇലക്ഷനിൽ ഇപ്പൊ പാർലമെന്റ് മെജോറിറ്റി കിട്ടിയതിനെ കുറിച്ചൊക്കെയാണ്. മാൽദീവ്സിലെ പാർലമെന്റിന്റെ പേര് മജ്ലിസ് എന്നാണ്. മാൽദീവ്സിന്റെ പാർലമെന്റിന്റെ പേര് മജ്ലിസ്. അവിടെ അയാളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. പിന്നെ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ബ്രിട്ടനിൽ അസൈലം സീക്ക് ചെയ്യുന്ന ആൾക്കാരെ ബ്രിട്ടൻ റുവാണ്ടയിലേക്ക് കൊണ്ടുപോകാൻ പോകണം. അതായത് ബ്രിട്ടനിൽ അവർ അസൈലം കൊടുക്കത്തില്ല, പകരം റുവാണ്ട എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോയാണ്. അത് പഠിച്ചു വെച്ചേ. ബ്രിട്ടൻ അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉണ്ട്, ഇല്ലീഗൽ അസൈലം സീക്കേഴ്സ്. ഈ പേജിലൊന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ ഒരു കാര്യം പറയാണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ക്വാഷ് പ്ലെയർ സൗരവ് ഘോസൽ അതായത് ക്രിട്ടേറിയൻ തീരുമാനിച്ചു. സൗരവ് ഘോസൽ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് സ്ക്വാഷ് പ്ലെയർ ആണ് സൗരവ് ഘോസൽ. അദ്ദേഹം ഒരുപാട് വർഷം കൊണ്ട് കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്ക്വാഷിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത്രയാണ് ഈ ന്യൂസ് പേപ്പർ. ഇനി നമുക്ക് അടുത്ത ന്യൂസ് പേപ്പറിലേക്ക് പോവാം. 22 ഇന്നലത്തെ ന്യൂസ് പേപ്പർ. അപ്പൊ അതില് ആദ്യത്തെ ന്യൂസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം പറയാണ്ട്, നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് എക്സീഡ് 2023-24 ടാർഗറ്റ് എന്ന് പറഞ്ഞ ന്യൂസ് ആണ് ആദ്യത്തെ. അതായത് ഡയറക്ട് ടാക്സ് കളക്ഷൻ, ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ട്, ഡയറക്ട് ടാക്സസും ഇൻഡയറക്ട് ടാക്സസും. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്ന ടാക്സസ് ആണ്. അതായത് ഇപ്പൊ ഇൻകം ടാക്സ് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്ന ടാക്സ് ആണ്. ആ ടാക്സിന്റെ പേര് തന്നെ ജോലിയൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ ബിസിനസ്സുകാരും ഒക്കെ ഇൻകം ടാക്സ് പേ ചെയ്യാറുണ്ട്. ഇനി ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പേ ചെയ്യുന്നതാണ് അറിയാതെ. അതൊരു പ്രോഡക്റ്റിന്റെയോ അല്ലെങ്കിൽ സർവീസിന്റെയോ എൻഹാൻസ്ഡ് പ്രൈസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഒരു സോപ്പ് വാങ്ങുമ്പോൾ ആ സോപ്പിന്റെ പ്രൈസിൽ GST എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ GST എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പേ ചെയ്യുന്നില്ല, സോപ്പിന്റെ വിലയായിട്ടാണ് പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഇൻകം ടാക്സ് മാത്രമല്ല, ഇൻകം ടാക്സ് വരും, കോർപ്പറേറ്റ് ടാക്സ് വരും, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയർ ബൈ ചെയ്യും സെല് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ടാക്സ് ആണ് STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇതെല്ലാം വരും. ഇതെല്ലാം കൂടി ചേർന്നാണ് ഡയറക്ട് ടാക്സ്. ഇന്ത്യയിൽ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ വർഷവും ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഒരു ടാർഗറ്റ് വെക്കി ഇത്ര കളക്ട് ചെയ്യണമെന്ന്. ആ ബഡ്ജറ്റിലെ ടാർഗറ്റ് എക്സീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ റിവൈസ്ഡ് ടാർഗറ്റ് ഒരു വർഷത്തിന്റെ അവസാനം വെക്കുക. ആ റിവൈസ്ഡ് ടാർഗറ്റ് എക്സീഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് കാണുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡയറക്ട് ടാക്സ് വഴിയും ഇൻഡയറക്ട് ടാക്സ് വഴിയും. ഈ ഡയറക്ട് ടാക്സ് ഇത് എത്ര കിട്ടിയാൽ അതൊന്നും പഠിക്കാനും വേണ്ട. ഡയറക്ട് ടാക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഏജൻസി ഏതാണെന്ന് പഠിച്ചിരിക്കണം. CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ടു ഡീൽ വിത്ത് ഡയറക്ട് ടാക്സസ്. ആൻഡ് GST ഉൾപ്പെടുന്ന ഇൻഡയറക്ട് ടാക്സസുമായിട്ട് ഡീൽ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജൻസിയാണ് CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അത് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് മോഡിയുടെ കോൺട്രവേഴ്സ്യൽ പരാമർശം, കോൺഗ്രസ് വിൽ ഹാൻഡ് പ്രൈവറ്റ് വെൽത്ത് ടു മുസ്ലിംസ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഭയങ്കര വിവാദമായത്, ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയലായതൊക്കെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഈ പേജിൽ പറയാനില്ല. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ മുകളിൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്നും പറയാനില്ല. ഒരു കാര്യം പറയാണ്ട്,
സെൻഡർ മുള്ളിംഗ് ST സ്റ്റാറ്റസ് ഫോർ 11 ഗൂർഖ സബ് ട്രൈബ്സ് ഷാ എന്നൊരു ന്യൂസ് ഉണ്ട്. ST സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ്. ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇന്ത്യയിൽ കൊടുക്കാൻ അവകാശം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, സെൻട്രൽ ഗവൺമെന്റ് മാത്രം. കേരളത്തിലൊരു കമ്മ്യൂണിറ്റി ആവശ്യപ്പെടുക ഞങ്ങൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് വേണമെന്ന്. കേരള ഗവൺമെന്റ് വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും സെൻട്രൽ ഗവൺമെന്റ്, അല്ലാതെ കേരള ഗവൺമെന്റ് ഒരിക്കലും ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റൂല. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമേ പറ്റൂ. ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കമ്മീഷന്റെ പേരാണ് NCST, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. അതറിഞ്ഞിരിക്കുക. ഇനി താഴോട്ട് വരുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഫോട്ടോ കാണാം, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഒരു കാര്യം അതിന്റെ താഴെ പറയാനുള്ളത്, ഇന്ത്യയിലെ JNUവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ന്യൂസ് ഞാൻ ഈ പറയാൻ പോണതിനെ കുറിച്ചല്ല, വേറൊരു ന്യൂസാണ്. എന്നാലും ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ്. JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി QS വേൾഡ് റാങ്കിങ് QS റാങ്കിങ് എന്ന് പറയുന്ന ഒരു വേൾഡിലെ ഏറ്റവും ഫേമസ് യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് ഉണ്ട്, QS റാങ്കിങ്. ഇതിൽ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് സെലക്ട് ചെയ്തത് JNU ആണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അതൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അടുത്ത പേജിലേക്ക് പോകുന്നു. അപ്പൊ ആ പേജില് ഇല്ല, ഒന്നും പറയാനില്ല, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സോബറിംഗ് അസസ്മെന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. സോബറിംഗ് അസസ്മെന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ, IMFന്റെ ലാസ്റ്റ് വീക്കിൽ വന്ന ഒരു വേൾഡിനെ കുറിച്ചുള്ള ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റിനെ കുറിച്ചാണ് IMF പറഞ്ഞു ഈ വർഷം, അതായത് ഇപ്പം 2024-25 വർഷം ലോകത്തിലെ GDP 3.2% ഗ്രോ ചെയ്യുന്നു. ലോകത്തിന്റെ GDP 3.2% ഗ്രോ ചെയ്യുന്നു. അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ്. ആദ്യം അവർ പറഞ്ഞ 2.9% ഗ്രോ ചെയ്യുള്ളൂ. അത് ഇന്ന് കൂടുതലാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം വേൾഡിൽ ഇത്രയും വലിയ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. ഹമാസ് ഇസ്രായേൽ വാർ ഉണ്ട്, യുക്രൈൻ റഷ്യ വാർ ഉണ്ട്, ഇസ്രായേലിന്റെ ഇറാന്റെ ഇടയിൽ പ്രശ്നങ്ങൾ. പക്ഷെ സ്റ്റിൽ അതുപോലെ ഹൂതീസ് റെഡ് സീയിലേക്ക് എപ്പോഴും ഷിപ്പുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷനിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് സ്റ്റിൽ the world economy is in an upswing, world economy. So that is quite very happy news for all the people in the world. അപ്പം അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മെയിൻലി പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ US എക്കോണമി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എക്കോണമി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അങ്ങനെ ലോകത്തിലെ കുറെ എക്കോണമികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വേൾഡിലെ പുവർ കൺട്രീസ് എന്നറിയപ്പെടുന്ന പല രാജ്യങ്ങളുടെയും എക്കോണമി വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൂടുതൽ ദരിദ്രരാവുന്നു. ലോകത്തിലെ സമ്പന്നരായിട്ടുള്ള എക്കോണമിയും വേൾഡിലെ പുവർ രാജ്യങ്ങളുടെ എക്കോണമി തമ്മിലുള്ള അന്തരം വീണ്ടും വീണ്ടും കൂടുന്നു. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ എക്കോണമീസ് എല്ലാവരും ഗ്രോ ചെയ്യണ്ടേ. കുറെ 10-100 പുവർ കൺട്രീസ് ഭയങ്കര പുവർ ആവുന്നു എന്ന് വെച്ചാൽ അതൊരു നല്ല സിറ്റുവേഷൻ അല്ല. അപ്പം അത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യയിലെ ചില രാജ്യങ്ങൾ ഒക്കെ. അപ്പൊ ഞാനത് നോക്കിയത് ഇന്ത്യ അത് ഉണ്ടോന്ന്. ഇന്ത്യ പക്ഷേ അതിലില്ല എന്നുള്ളതാണ് സന്തോഷം. കാരണം ഈ IMF എന്ന് പറയുന്ന ഏജൻസിയൊക്കെ, IMF വേൾഡ് ബാങ്കും ഇത് പറയുന്നുണ്ട്, ഈ IMF ആണ് മെയിൻലി രാജ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ പോലും പൈസയൊക്കെ ഇല്ലാതാവുമ്പോ, ഇപ്പൊ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കൊക്കെ അത് സംഭവിച്ച ഇറക്കുമതി പോലും ചെയ്യാൻ പൈസ ഇല്ലാതാകുമ്പോ സപ്പോർട്ട് ചെയ്യേണ്ടത് IMF ആണ്. ഇന്ത്യക്ക് അങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യക്കൊക്കെ അങ്ങനെ IMF പൈസ തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക്, ഇന്ത്യയുടെയും ചൈനയുടെയും സൗത്ത് കൊറിയയുടെയും കാര്യം എഡിറ്റോറിയൽ പറയുന്നുണ്ട്, ഈ രാജ്യങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന ലെവലിലേക്ക് അവരുടെ എക്കോണമി വളർന്നു. അപ്പൊ അതിൽ ഇന്ത്യയുടെ പേരും കണ്ടപ്പോൾ സന്തോഷം തോന്നി. അപ്പൊ അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് എഡിറ്റോറിയൽ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന എഡിറ്റോറിയൽ. സംഭവം പേരൊക്കെ വേറെന്തോ തോന്നുന്നു, ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്ക് നമുക്കറിയാം, BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAക്കെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ സഖ്യമായിട്ട് കൊണ്ടുവന്നാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യ ബ്ലോക്കിൽ ഇപ്പൊ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലെല്ലാം ഭയങ്കര സൗഹൃദത്തിലാണെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഇടയിൽ ഭയങ്കര അനിമോസിറ്റിയാണ്. പിണറായി എന്ന് പറഞ്ഞ കേരളത്തിന്റെ CPMന്റെ ഏറ്റവും വലിയ ലീഡറും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലീഡറായ രാഹുൽ ഗാന്ധി തമ്മിൽ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള അറ്റാക്സ് ഒക്കെ ഇപ്പം നടന്നു. അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ പ്ലേ ഔട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഉള്ള ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. നിങ്ങൾ വായിച്ചു നോക്കി, ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞാൻ വേൾഡ് എർത്ത് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇന്നലെ വേൾഡ് എർത്ത് ഡേ ആയിരുന്നുള്ള കാര്യം. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ദ ചലഞ്ചസ് ഓഫ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ
എമിഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത, എത്ര എടുത്താലും തീരാത്ത എനർജിയാണ് റിന്യൂവബിൾ എനർജി. അപ്പൊ സോളാർ, വിൻഡ്, ടൈഡൽ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു യാതൊരു വിധത്തിലുള്ള എമിഷൻ ഉണ്ടാക്കുന്ന എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അതേ സമയത്ത് തന്നെ എത്ര എടുത്താലും തീരത്തുമില്ല. അതാണ് റിന്യൂവബിൾ എനർജി. ഇപ്പൊ റിന്യൂവബിൾ എനർജിയുടെ മുകളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഫോക്കസ് ആണ്. നേരത്തെ പറഞ്ഞു 2030 തന്നെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ഇത്ര കണ്ട് കട്ട് ചെയ്യാന്ന് ഓരോ രാജ്യം പറഞ്ഞിട്ടുണ്ട് പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട്. അതിനാണ് നമ്മൾ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 2017 നമ്മൾ 2070 നമ്മൾ കാർബൺ ന്യൂട്രൽ ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കണമെങ്കിൽ എന്താ വേണം? നമ്മളെ എനർജി ട്രാൻസിഷനൊക്കെ ഈ കോളൊക്കെ ഉപയോഗിച്ചുള്ള തെർമൽ പവർ പ്ലാന്റുകളൊക്കെ വിട്ട് പതുക്കെ സോളാറിലേക്കും വിൻഡിലേക്കൊക്കെ മാറണം. അപ്പൊ അതിന് നമ്മൾ തന്നെ ഇപ്പൊ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ബൈ 2030 ഇന്ത്യ വാണ്ട്സ് ടു പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 500 ഗിഗാവാട്ട് ഓഫ് പവർ ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ റൂഫ് ടോപ്പ് സോളാർ, പ്രധാനമന്ത്രി സൂര്യഘർ യോജന എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇപ്പൊ പുതിയ സ്കീമൊക്കെ വന്ന പ്രധാനമന്ത്രി സൂര്യഘർ യോജന. നമ്മുടെ വീടിന്റെ മുകളിൽ റൂഫ് ടോപ്പ് സോളാർ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് വലിയ സബ്സിഡി ഒക്കെ തരുന്നുണ്ട്. അതുപോലെ PM കുസും യോജന എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. PM കുസും യോജന, KUSUM. അതുവഴി ഇന്ത്യയിലെ കർഷകരുടെ പമ്പ് സെറ്റുകളെല്ലാം സോളാർ ആക്കിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓൺ ദ ഫോൾ ഇൻ ഹൗസ് ഹോൾഡ് സേവിങ്സ് ആണ് വേണ്ട. അതിന്റെ അടുത്ത പേജ് ലിറ്ററേച്ചർ, അത് വേണ്ട. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ യുണീക് ID മസ്റ്റ് ബി ജനറേറ്റഡ് ഫോർ ഓർഗൻ ഡൊണേഷൻ സെന്റർ. സംഭവം ഓർഗൻ ഡൊണേഷൻ, നമ്മളുടെ അവയവദാനം കൊമേഴ്സ്യൽ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം സെൻട്രൽ ഗവൺമെന്റ് തോന്നി. കാര്യം കുറെ ഫോറിനേഴ്സിനൊക്കെ ഇന്ത്യയിൽ നിന്ന് അവയവങ്ങൾ കിട്ടി തുടങ്ങി. അപ്പൊ ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഏജൻസി നൊട്ടോ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അവരാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. NOTTO, നോട്ടോയുടെ എക്സ്പാൻഷൻ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നോട്ടോ. ഇനി മുതൽ റിസീവർ ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു റിസീവറും കാണും, ഒരു ഡോണറും കാണുമല്ലോ. ഇവർ രണ്ടുപേർക്കും ഒരു യുണീക്ക് ID, നമ്മളെ ആധാറൊക്കെ പോലെ ഒരു യുണീക്ക് ID ജനറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് ആരാ ജനറേറ്റ് ചെയ്യേണ്ടത്? നോട്ടോ ആണ്. നോട്ടോ ID എന്നുള്ള പേരിൽ. അത് കാര്യം ഇതിലെ ഇല്ലീഗൽ ആയിട്ടുള്ള കൊമേഴ്സ്യലൈസേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ടോ ID ജനറേറ്റ് ചെയ്ത് മാത്രമേ ഇനി തൊട്ട് അവയവം ദാനം ചെയ്യാവുള്ളതാണ്. വേറൊരു ന്യൂസ് ഉള്ളത്, അനിമൽ റൈറ്റ്സ് ക്യാമ്പയിനേഴ്സ് ആൻഡ് എക്സ്പെർട്സ് റാലി ബിഹൈൻഡ് ഗവൺമെന്റ്സ് ബ്രീഡ് സ്പെസിഫിക് ബാൻ ഓൺ ഡോഗ്സ്. ഈ ഇടയ്ക്ക് വലിയ ന്യൂസ് ആയ ഒരു കാര്യമാണ്. 23 ഫെറോഷ്യസ് ഡോഗ്സിന്, ആക്രമണകാരികളായിട്ടുള്ള ഡോഗ് ബ്രീഡ്സിന് ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഇനി ഇറക്കുമതി ചെയ്യാൻ പാടില്ല, വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വന്ധ്യംകരിക്കണം, അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിന് പക്ഷേ കർണാടക ഹൈക്കോർട്ടും മദ്രാസ് ഹൈക്കോർട്ടും അങ്ങനെയുള്ള കുറെ ഹൈക്കോർട്ടുകൾ സ്റ്റേ ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് ഈ പ്ലാൻ. പക്ഷേ അനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത് ശരിയാണ്, അത് ചെയ്യണം, അതാണ് വേണ്ടതാണ്. പീറ്റ എന്നൊക്കെ പറയുന്നത് മെയിൻലി ഇന്ത്യയിലെ അനിമൽ റൈറ്റ്സ് ഓർഗനൈസേഷൻ. പീറ്റ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓൺ അനിമൽസ്. പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓൺ അനിമൽസ്. ഇവരെ കാരണമാണ് ഒരിക്കൽ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടൊക്കെ നിരോധിച്ചത്. ഓക്കെ, പിന്നെ ഓസ്ട്രേലിയ ടു ഡീപ്പൻ ടൈസ് വിത്ത് ടോപ്പ് ടയർ പാർട്ണർ ഇന്ത്യ. ഓസ്ട്രേലിയ ഇന്ത്യയും ഓൾറെഡി ക്വാഡിലെ മെമ്പേഴ്സ് ആണ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഇതാണ് ക്വാഡ്. നമ്മൾ 4 പേരോട് ചേർന്ന് മലബാർ എന്നുള്ള പേരിലുള്ള ഒരു നേവൽ എക്സർസൈസ് ഒക്കെ നടത്തുന്നുണ്ട്. മലബാർ ആണ് ആ നേവൽ എക്സർസൈസിന്റെ പേര്. ഇന്ത്യയെ ടോപ്പ് ടയർ സ്ട്രാറ്റജിക് പാർട്ണർ ആയിട്ടാണ് അവരുടെ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി 2024 ഓസ്ട്രേലിയ വിശേഷിപ്പിക്കുന്നത്. നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി 2024 ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് ആണ്. ആന്റണി ആൽബനീസ്. അടുത്ത പേജിൽ പോകുമ്പോ കംപ്ലീറ്റ് പൊളിറ്റിക്സ്. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, അവിടെ ഫുൾ പൊളിറ്റിക്സ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ മണി വൈസ്, അത് ബിസിനസ് പേജ് മൺഡേ വരാറില്ല, അതുകൊണ്ടാണ് പകരമാണ്, അതും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മൊയ്സൂന്റെ പാർട്ടി മാൽദീവ്സിലെ ഇലക്ഷനിൽ മജ്ലിസിൽ ഭൂരിപക്ഷം നേടിയത്. മജ്ലിസാണ് അവിടുത്തെ പാർലമെന്റ്, അതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ്. പിന്നെ യുക്രൈൻ സേസ് ഇറ്റ് സ്ട്രക്ക് റഷ്യൻ സാൽവേജ് ഷിപ്പ് ഇൻ അനക്സ്ഡ് ക്രിമിയ എന്നൊരു ഒരു ന്യൂസ് ഉണ്ട്. ക്രിമിയ എന്ന് പറയുന്ന സ്ഥലമാണ് ആക്ച്വലി യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിന് വരെ കാരണമായത്. ക്രിമിയ ഇടയ്ക്ക് വെച്ച് റഷ്യ യുക്രൈന്റെ കയ്യിൽ നിന്ന് 2014 പിടിച്ചെടുത്ത പ്രദേശമാണ്. അന്നുതൊട്ടാണ് റഷ്യയെ G8 എന്നൊക്കെ പുറത്താക്കിയത്. G8 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ 8 രാജ്യങ്ങളായിരുന്നു. അതിൽ നിന്ന് റഷ്യ പുറത്താക്കി. ഇപ്പൊ അത് G7 ആണ്. ഇപ്പൊ G7 ഉള്ളു. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ഇപ്പൊ USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, G7. അതിൽ നിന്ന് മുമ്പ് G8 റഷ്യയും കൂടെ ഉണ്ടായിരുന്നു. അത് പുറത്താക്കാൻ കാരണം തന്നെ ക്രിമിയ അവർ മുമ്പ് അനക്സേഷൻ നടത്തിയതാണ്.
ഇപ്പൊ G7 പുതിയ മീറ്റിംഗ് വരാൻ പോയാണ് ഇറ്റലിയിൽ വെച്ച്. അതിൽ ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ. അതിനുശേഷം ഗ്ലോബൽ പീസ് സമ്മിറ്റ് എന്നുള്ള പേരിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ് അതിലേക്ക് ഇന്ത്യയെ വിളിച്ചിട്ടുണ്ട് പങ്കെടുക്കാൻ. ഇവിടെ ഈ വന്നാണ് US-ന്റെ സ്വിറ്റ്സർലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ ഒക്കെ ഇൻവൈറ്റ് ചെയ്തത്. ഇറ്റലിയിൽ വെച്ച് നെക്സ്റ്റ് G7 മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുക്കും. എല്ലാ വർഷവും G7 മീറ്റിംഗിൽ ഇന്ത്യ ഇൻവൈറ്റ് ആയിട്ട് വിളിക്കാറുണ്ട്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് വേൾഡ് പീസ് സമ്മിറ്റ് നടക്കാൻ പോവുകയാണ്. അതിൽ ഇന്ത്യ പങ്കെടുക്കുന്ന കാര്യം കൺഫേം ചെയ്തിട്ടില്ല. അത് ഉടനെ അറിയാൻ പറ്റും. പിന്നെ സ്പോർട്സ് പേജ് വേണ്ട. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഗുകേഷ് ജയിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നല്ല, പക്ഷെ ജയിച്ചു. പിന്നെ ഇവിടെ എന്താണ് വേറെ മനു ബാക്കറിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. മനു ബാക്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വുമൻ ഷൂട്ടിംഗ് താരമാണ്. ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ പോണ ഇന്ത്യയുടെ വുമൻ ഷൂട്ടിംഗ് താരമാണ് മനു ബാക്കർ. പിന്നെ വേറൊരു പേരുടെ പഠിക്കണം, മാക്സ് വെർസ്റ്റാപ്പൻ. ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. കഴിഞ്ഞ 3 തവണയായിട്ട് ഫോർമുല 1 ചാമ്പ്യൻ. ഈ വർഷവും ചാമ്പ്യൻ ആവുമെന്നാ തോന്നുന്നു. ഇതുവരെയുള്ള റേസുകളിലെല്ലാം മാക്സ് വെർസ്റ്റാപ്പൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചൈനീസ് ഗ്രാൻഡ് പ്രിക്സും അദ്ദേഹം വിൻ ചെയ്തു നേരത്തെ. ഇത്രയേ ഉള്ളൂ ഈ പത്രം. ഇനി നമുക്കുള്ളത് ഒരു ന്യൂസ് പേപ്പറും കൂടെയാണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് മണിപ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച്. അത് നമുക്ക് വേണ്ട, അത് വിട്ടേക്ക്, ഇലക്ഷനൊന്നും. പക്ഷേ ഇവിടെ ഒരു ആവശ്യമുള്ള ന്യൂസ് ഉണ്ട്. IRDAI removes age bar for purchasing health insurance. First of all, you should understand what is IRDAI. IRDAI means Insurance Regulatory and Development Authority of India, and IRDAI is the regulator for ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടർ. അവരുടെ റെഗുലേറ്റർ IRDAI ആണ്. IRDAIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഹൈദരാബാദിലാണ് IRDAIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ചെയർമാൻ ആയിരുന്നു, ഞാൻ മറന്നുപോയി, നിങ്ങൾ നോക്കിക്കൊള്ളണം. IRDAIയുടെ ചെയർമാൻ ആയിരുന്നു, ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. അപ്പം ഈ IRDAI ഇത്രയും കാലം ഒരു ലിമിറ്റ് വെച്ചിരുന്നു. 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 65 ആയിരുന്നു ആ ഒരു ഇത്. പക്ഷേ ആ ഏജ് ക്രൈറ്റീരിയ എടുത്ത് കളഞ്ഞത് മാത്രമല്ല, ഇനി തൊട്ട് സീനിയർ സിറ്റിസൺസിന് അവരുടെ ഏജ് പ്രൊഫൈലിനും അവരുടെ ആ പ്രായത്തിൽ വരാവുന്ന അസുഖങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ഇവരെല്ലാം ഉണ്ടാക്കണം എന്നൊരു ഡയറക്റ്റീവും കൂടെ IRDAIയുടെ വന്നേക്കുക. അപ്പൊ ഏജ് ക്രൈറ്റീരിയ അവരെടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് ആണ്. വേറെ ഒരു ന്യൂസ് നമുക്ക് അവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒക്കെ ഒരു ന്യൂസ് ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എവിടെയാണെന്നൊക്കെ അറിയാമായിരിക്കും. അലിഗഡിലാണ്, അത് ഉത്തർപ്രദേശിലാണ്. AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പൊ ഹിന്ദു എന്നും മുസ്ലിം എന്നും പേരുള്ള 2 യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. രണ്ടും പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായതാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. സയ്യദ് സയ്യദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കാം. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയാണ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ. ഇനി മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പേജിൽ ഒന്നും പറയാനില്ല, നമുക്കത് വിട്ടേക്കാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ India continued to attracting big companies, says Nirmala after Musk postponed visit. അതായത് എലോൺ മസ്ക് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 20,000 കോടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ടെസ്ലയുടെ പ്ലാന്റ് ഒക്കെ തുടങ്ങാതിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ആഴ്ച ഇന്ത്യയിൽ അദ്ദേഹം വരുമെന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ ആയതുകൊണ്ട് എന്താണോ അദ്ദേഹം ആ ഒരു സംഭവം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ നിർമ്മല സീതാരാമന്റെ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. നിർമ്മല സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പൊ അവിടെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ ഒരു പൈലറ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതിന് വരുന്ന കോസ്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ ഇൻഡിഗോ ആണ്. മോർ ദാൻ 60% ഓഫ് മാർക്കറ്റ് ഷെയർ അവരുടെ കയ്യിലാണ്. ആ ഇൻഡിഗോയിലൊക്കെ ഒരു പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പൈലറ്റുമാർക്ക് പോലും പിന്നെ അങ്ങോട്ട് കുറച്ച് കാശായി കൊടുക്കേണ്ടി. ഈവൻ അവർ പൈലറ്റ് ആയിട്ട് ആണെങ്കിൽ പോലും അവർക്ക് ഇൻഡിഗോയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് എന്നുള്ള അങ്ങോട്ട് ക്യാഷായി കൊടുത്തോണ്ട് അതിൽ അവിടെ കയറാണ്. അതൊക്കെയാണ് അതിനെ കുറിച്ചാണ്. പിന്നെ ഇന്ത്യൻ നേവി കണ്ടക്ട്സ് മെഗാ എക്സർസൈസ് അലോങ് ഈസ്റ്റ് കോസ്റ്റ് എന്നൊരു ന്യൂസ് കാണാം. അത് എക്സർസൈസ് പൂർവി ലഹർ എന്നാണ് അതിന്റെ പേര്. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യൻ നേവി ഈ ഇടയ്ക്ക്
നടത്തിയ ഒരു എക്സർസൈസ് ആണ് പൂർവി ലഹർ. ഈസ്റ്റേൺ കോസ്റ്റിലാണ് അവർ നടത്തിയത്. ഓക്കെ, അപ്പോ പിന്നീട് കറണ്ട് പോയി, ഞാനത് പെട്ടെന്ന് കണ്ടിന്യൂ തീർക്കാൻ പോയാണ്, കുറച്ചു നേരത്തേക്ക് ഇരുട്ടായിരിക്കും. പിന്നെ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ട്രാവൽസ് ഓഫ്, അത് ഞാൻ പറഞ്ഞു. ഇന്ത്യ ചൂസസ് ടു റെഗുലേറ്റ് നോട്ട് ബാൻ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്നൊരു ന്യൂസ് കാണാം. അത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, അതിന്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ബാനും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. പിന്നെ SC2 കൺസിഡർ യൂണിഫോം നോംസ് ഫോർ അഡ്വക്കേറ്റ്സ് ബോഡീസ് അക്രോസ് ദ കൺട്രി എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയിലെ അഡ്വക്കേറ്റ്സ് പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് BCI ആണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അഡ്വക്കേറ്റ് പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് യൂണിഫോം നോംസ് ഇന്ത്യ മുഴുവനും ഈ അഡ്വക്കേറ്റ് പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോയെന്നൊരു ന്യൂസാണ്. ഓക്കെ, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുതിയ നിയമ സംഹിതകളെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇന്ത്യയിൽ 3 പുതിയ നിയമങ്ങളാണ് വരാൻ പോണത്. ജൂലൈ 1 തൊട്ടാണ് നിലവിൽ വരാൻ പോണത്. ഇന്ത്യൻ പീനൽ കോഡിനെയും CRPCയും ഇന്ത്യൻ എവിഡൻസിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇങ്ങനെ 3 ആക്ടുകളാണ് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോണ. ഭാരതീയ ന്യായ സംഹിത ഇൻ പ്ലേസ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇൻ പ്ലേസ് ഓഫ് CRPC ആൻഡ് ഭാരതീയ സാക്ഷ്യ ആക്ട് ഇൻ പ്ലേസ് ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇത് 3 നിലവിൽ വരാൻ പോണ എന്നോട്ടാണെന്ന് അറിഞ്ഞിരിക്കണം, ജൂലൈ 1 തൊട്ടാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ HDFC ബാങ്കിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് US-ന്റെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് ആണ്. അതിന്റെ ചീഫാണ് ജെറോം പവൽ. അപ്പൊ US-ന്റെ സെൻട്രൽ ബാങ്കാണ് ഫെഡറൽ റിസർവ്, അതിന്റെ ചീഫിന്റെ പേര് ജെറോം പവൽ എന്നാണ്. ഫെഡറൽ റിസർവിന്റെ വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് ആണ്, അതിന്റെ ചീഫ് ജെറോം പവൽ. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് ബ്രാൻഡ് ആണ് അൾട്രാടെക് സിമന്റ്. അത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ആണ്. ആദിത്യ ബിർള ഗ്രൂപ്പ്, കുമാരമംഗലം ബിർള ചെയർമാൻ ആയിട്ടുള്ള ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ആണ് അൾട്രാടെക് സിമന്റ്. കുമാരമംഗലം ബിർള അദ്ദേഹത്തിന്റെയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. അവരുടെ സിമന്റ് ബ്രാൻഡാണ് അൾട്രാടെക്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സിമന്റ് ബ്രാൻഡ്. പിന്നെ സയൻസ് പേജ് ആണ് വേണ്ട നമുക്ക്. FAQ പേജിൽ FSSAI കുറിച്ചൊരു ന്യൂസ് ഒക്കെ ഉണ്ട്. FSSAI എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ ആണ് FSSAI. പിന്നെ വാട്ട് ആർ ദ ന്യൂ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം റൂൾസ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ അല്ല, ഞാൻ തൊട്ട് മുമ്പിട്ടുള്ള വീഡിയോയിൽ അത് നിങ്ങൾ നോക്കണം. ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം അതെന്താണെന്ന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ്. വീണ്ടും ഒന്നത് കറണ്ട് ഇല്ല, അതുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പറയായിരുന്നു. അപ്പോൾ അത് ഞാൻ തൊട്ട് മുന്നിലിട്ടിട്ടുള്ള വീഡിയോയിൽ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. പിന്നെ അത് വേണ്ട, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ആയിരുന്ന ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. അതുപോലെ സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സിംഗപ്പൂർ ഏതാണ്ട് 50 വർഷം ഭരിച്ചതും സിംഗപ്പൂരിനെ ഇന്നത്തെ സിംഗപ്പൂരാക്കി മാറ്റിയതും ലീ കുവാൻ യു എന്ന് പറയുന്ന അവിടെ ഭരിച്ച പ്രസിഡന്റ് ആണ്. മോഡി ഭയങ്കര ആരാധകരായിരുന്നു അദ്ദേഹത്തിന്റെ. 2014 മോഡി പ്രൈം മിനിസ്റ്റർ ആയ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം നേരിട്ട് ആ ഫ്യൂണറലൊക്കെ പങ്കെടുത്തായിരുന്നു. ലീ കുവാൻ യു 50 വർഷത്തിലേക്ക് സിംഗപ്പൂർ ഭരിച്ച് സിംഗപ്പൂരിനെ ഇന്നത്തെ ലോകത്തിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് രാജ്യമാക്കി മാറ്റിയ അദ്ദേഹമാണ്. അതിനുശേഷം ലീ സെയിൻ ലുങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയി. ഇപ്പം അവര് രണ്ടുപേരും, ആ ഫാമിലിക്ക് വെളിയിൽ നിന്ന് ഒരാൾ പുതിയ പ്രൈം മിനിസ്റ്റർ ആകുമ്പോഴാണ് ലോറൻസ് വോങ്. ഇപ്പൊ സിംഗപ്പൂരിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുന്ന ആളെന്ന് മാത്രം പഠിച്ചാൽ മതി, ആയിട്ടില്ല, ലോറൻസ് വോങ്. അപ്പൊ അതിനെ കുറിച്ചാണ്. പിന്നെ ടൈം മാഗസിന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഓഫ് 2024 ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് സ്ത്രീകളൊക്കെ വന്നു. അതിലൊരാളാണ് പ്രിയംവദ നടരാജൻ. ഇവർ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് പ്രിയംവദ നടരാജൻ. ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിസ്റ്റ് ആണ്, അസ്ട്രോഫിസിസ്റ്റ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ മസ്ക് ഇന്ത്യ വിസിറ്റ് പോസ്റ്റ്പോൺ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ്, മാൽദീവ്സിലെ ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസ്, യുക്രൈന്റെ പ്രസിഡന്റ് ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിബ് എർദോഗാൻ പാലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ്, പാലസ്തീൻ പ്രസിഡന്റ് അല്ല, ഹമാസ് ചീഫായിട്ട് അദ്ദേഹം മീറ്റ് ചെയ്ത്. അത് ഹമാസിന്റെ ചീഫിന്റെ പേരൊന്നും പഠിക്കണ്ട, ടർക്കിയുടെ പ്രസിഡന്റിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക.
റെസെപ് തായിപ്പ് എർദോഗാൻ. റെസെപ് തായിപ്പ് എർദോഗാൻ. പിന്നെ IPL അടുത്ത പേജിൽ, അതിനടുത്ത പേജിൽ എല്ലാ ദിവസത്തെയും പോലെ അന്നൊക്കെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. പിന്നെ പോൾ വാൾട്ടിൽ സ്വന്തം റെക്കോർഡ് എന്നും തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വീഡിഷ് താരമുണ്ട്. അദ്ദേഹത്തിന്റെ ഹോബി എന്ന് പറഞ്ഞാൽ സ്വന്തം റെക്കോർഡ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ആരും അദ്ദേഹത്തിന്റെ അടുത്തില്ല അദ്ദേഹത്തിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ. ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ ലോകത്തിലുള്ള ഏറ്റവും മികച്ച പ്ലെയറും അത്ലറ്റും ഒപ്പം വേൾഡ് റെക്കോർഡ് ഹോൾഡറും അർമാൻഡ് ഡുപ്ലാന്റിസ്. ഡുപ്ലാന്റിസ് സ്വീഡിഷ് ആണ്. അർമാൻഡ് ഡുപ്ലാന്റിസ് പോൾ വാൾട്ടിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാണ്. അപ്പൊ ഇത്രയാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.